അങ്ങനെ പ്രാവൻകൂട് ഷാപ്പ് എന്ന് പറഞ്ഞ ഒരു പടം കാണാൻ വേണ്ടി വന്നിരിക്കുന്നത് നമ്മുടെ ബേസിലിൻ്റെ പടമാണ്. അപ്പോൾ പടം കണ്ടിട്ട് ഫസ്റ്റ് ഷോ തന്നെ വന്നിരിക്കുകയാണ്. നമ്മുടെ മൂവി കാണാൻ വന്ന സ്ഥലത്തിൻ്റെ പേരാണ് സിനിപോളിസ്. ഇവിടെ ഇത് നെക്സസ് ശാന്തിനികേതൻ എന്ന് പറഞ്ഞൊരു മാളാണ്. അടിപൊളി ഒരു വൈബ്രൻറ്റ് കളർഫുൾ സ്ഥലമാണ്. ഒരു വല്ലാത്തൊരു എക്സ്പീരിയൻസ് ആണ് ഇവിടെ വന്ന് കാണുന്നതെന്ന് പറയുന്നത്. സോ പടം കണ്ടിട്ട് ജെന്യൂൻ റിവ്യൂ പറയുന്നതായിരിക്കും. പടം കണ്ടു, അടിപൊളി പടം, ഒരു ത്രില്ലിങ് പടമാണ്. അതായത് നിങ്ങൾ ഒരു കോമഡി പ്രതീക്ഷിച്ചാണ് പോകുന്നതെങ്കിൽ അത് നിങ്ങൾക്ക് കിട്ടില്ല. കാരണം ഇതിനകത്തൊരു ത്രില്ലിങ് എലമെൻ്റാണ് പടത്തിന് മൊത്തം. പക്ഷേ ആദ്യ സമയത്ത് ഫസ്റ്റ് ഹാഫ് ആണെങ്കിൽ ഭയങ്കര ഡ്രമാറ്റിക്കലി സ്റ്റാർട്ട് ചെയ്തിട്ട് സെക്കൻഡ് ഹാഫ് വന്നിട്ട് ഭയങ്കര ഒരു ആക്സലറേറ്റിംഗ് മൊമെൻറ്റ്സിലേക്കാണ് പടം പോകുന്നത്. ഒരു നല്ലൊരു അന്വേഷണം, നല്ലൊരു ത്രില്ലിങ് എലമെൻറ്റ്സ് എല്ലാം നമുക്ക് കിട്ടുന്നൊരു സൂപ്പർ പടം. എന്താ പറയുക, ഒത്തിരി നാൾക്ക് ശേഷം ഇപ്പോഴത്തെ ഒരു ട്രെൻഡിങ് ജോൺറ തന്നെ ത്രില്ലർ ആയതുകൊണ്ട് തന്നെ എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് എനിക്ക് വിശ്വസിക്കുന്നു. പക്ഷേ ഇൻ ബിറ്റ്വീൻ നമുക്ക് ഒരുപാട് കോമഡി രംഗങ്ങൾ വരുന്നുണ്ട്. അത് ബേസിലിൻ്റെ കഴിവ് നമുക്ക് പറയാതിരിക്കാൻ പറ്റത്തില്ലല്ലോ. അതിനകത്ത് ബേസിലും സൗബിനുമാണ് അടിപൊളിയായിട്ട് ചെയ്തിട്ടുള്ളത്. പിന്നെ ചെമ്പൻ വിനോദ് ഒരു ക്യാരക്ടർ ആയിട്ടുണ്ട്, അതും നല്ല ക്യാരക്ടറാണ്. ആ പടം ഒരു സാധാരണ സെറ്റിങ്ങിലാണ് അത് സെറ്റ് ചെയ്തിരിക്കുന്നത്. ഒരു ഷാപ്പിനകത്ത് നടക്കുന്ന ഒരു പടമായിട്ടാണ് ചെയ്തിരിക്കുന്നത്. അപ്പം അതിൻ്റേതായിട്ടുള്ള ഒരു ഡ്രാമ നമുക്ക് ഫീൽ ചെയ്യും. ഇനീഷ്യലി ഒരു ലാഗ് ഫീൽ ചെയ്യുമെങ്കിലും പിന്നീട് പടം അങ്ങ് കയറി അങ്ങ് കൊളുത്തുക. അതായത് നമ്മളൊരു ദൃശ്യം മോഡലൊക്കെ ഉള്ള ഒരു രീതിയിലാണ് പടം പോകുന്നത്. നമുക്ക് ഒരു വിധത്തിലും നമുക്കൊരു എന്താ പറയുക, ആൻറ്റിസിപ്പേറ്റ് ചെയ്യാൻ പറ്റാത്ത പോലും നമുക്ക് ഇന്നാണ് ഈ ഒരു ഇതായിരിക്കും ഇതിൻ്റെ എൻഡ് വരാൻ പോകുന്നതെന്ന് പോലും നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റത്തില്ല. പ്രെഡിക്റ്റബിലിറ്റി വളരെ കുറവാണ്. പ്രെഡിക്റ്റബിലിറ്റി ഫാക്ടറാണ് ഇതിനകത്ത് വളരെ കുറവ്. എനിക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റിയില്ല. അതുകൊണ്ട് തന്നെ ഒരു മസ്റ്റ് വാച്ച് ത്രില്ലർ ജോൺറയാണ്. ഒരിക്കലും കോമഡി പടമാണെന്ന് പറഞ്ഞ് നിങ്ങൾ പോയി കഴിഞ്ഞാൽ അത് ചിലപ്പോൾ ബോറടിക്കാൻ സാധ്യതയുണ്ട്. എന്തായാലും ഫാമിലി ഫ്രണ്ട്സുമായിട്ട് നമുക്ക് പോയി എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒരു ഓസം മൂവി. താങ്ക് യു. വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക.